നമ്മുടെ റിയാസ് സലീം ഇല്ലേ, പ്രിവിലേജ് ബോയ്, പ്രിവിലേജുകൾ മാത്രം എടുത്ത് സംസാരിക്കുന്ന വ്യക്തി. റിയാസിന്റെ ഒരു ട്രോളല്ല, ഒരു മീമാണ്. റിയാസ് പറഞ്ഞൊരു കാര്യവും പിന്നെ വേറൊരു വ്യക്തി പറഞ്ഞ കാര്യം കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുള്ള ഒരു ട്രോളല്ല, ഒരു മീം പോലത്തെ ഒരു സാധനമാണ്. ഞാൻ അത് റിയാസ് പറയുന്ന ആ പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം. സ്ത്രീ ആ സ്ത്രീന്റെ ഓരോ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ആസ് എ പുരുഷൻ ഞാൻ അനുഭവിക്കുന്നില്ല. ബിക്കോസ് ബീങ് എ പുരുഷൻ ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് പ്രിവിലേജ്. ഓക്കെ, ബീങ് എ പുരുഷൻ ഇസ് എ ബിഗ് പ്രിവിലേജ്. പ്രിവിലേജ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ? പ്രിവിലേജ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പുരുഷന് കഷ്ടപ്പാടുകളേ ഇല്ല എന്ന് പറയാൻ പറ്റും, അതും പറയാൻ പറ്റില്ല. അതായത് ചില ആളുകളുണ്ട്. ഇപ്പോൾ റിയാസ് പറഞ്ഞൊരു കാര്യം, ഓക്കെ, ഞാൻ റിയാസിന്റെ ഈ ഒരു കംപ്ലീറ്റ് സ്പീച്ച് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ റിയാസ് പറഞ്ഞു വെച്ച ഈ ഒരു പോർഷൻ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷനായി ജനിച്ചത് കൊണ്ട് എല്ലാം നമുക്ക് പ്രിവിലേജ് ആണ്, അങ്ങനെ പറയാൻ പറ്റും. മുൻകാലത്ത് റിയാസ് പറഞ്ഞത് തന്നെ ഉണ്ടല്ലോ, റിയാസിന് എന്ത് പ്രിവിലേജ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അതെ, അതായത് സ്ത്രീകൾക്കുള്ള പ്രിവിലേജും പുരുഷന്മാർക്കുള്ള പ്രിവിലേജിനെ കുറിച്ചുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ എന്തൊക്കെയാ നമുക്കറിയാം. ആൻഡ് വി ഓൾ റെസ്പെക്ട്, അല്ലേ? നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊക്കെ അമ്മയും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഭാര്യയും പെങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. നമ്മളെ മുന്നിൽ നമ്മൾ കാണാനാണ് ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പക്ഷെ ആണുങ്ങളുടെ അവസ്ഥകളോ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? കാരണം സ്ത്രീകളുടെ പ്രിവിലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രിവിലേജ് ഇല്ലായ്മയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആണുങ്ങളുടെ പ്രിവിലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആണുങ്ങളെ പറ്റി ഇഗ്നോർ ചെയ്ത ആണുങ്ങൾക്ക് ഭയങ്കര പ്രിവിലേജ് ആണ്, അവർക്ക് ഒരു വിഷയമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം. കാരണം ഇന്നലെ ഉണ്ടായ ഒരു കേസ് തന്നെ, ആ പയ്യന്റെ ആത്മഹത്യ, അല്ലേ? ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അത് കുറേ റീസൺസ് പറയുന്നുണ്ട്. അവൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് അവനോട് ഇനി റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഡെസ്പായി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ആണായതുകൊണ്ട് എപ്പോഴും ആണായതുകൊണ്ട് സപ്പോർട്ട് കുറയുന്ന ഒരു സിറ്റുവേഷൻ പല സമയങ്ങളിലും ഉണ്ട്. അതെ, ആണായതുകൊണ്ട് കരയാൻ പാടില്ല, ആണായതുകൊണ്ട് സഹിച്ചേ പറ്റൂ, ആണുങ്ങളുണ്ട്. ഞാൻ എപ്പോഴും സൊസൈറ്റിയിൽ പറയുന്നത്, അമ്മ എന്ന് പറഞ്ഞ അവര് എന്താ പറയാ, അമ്മയുടെ വിഷമങ്ങളും അമ്മയുടെ പ്രശ്നങ്ങളും അമ്മ തരണം ചെയ്യുന്ന സ്ട്രഗിൾ, അമ്മമാരുടെ സ്ട്രഗിൾ, അച്ഛന്മാരുടെ സൈഡിനെ കുറിച്ച് സംസാരിക്കാറേ ഇല്ല, അല്ലേ? സംസാരിക്കാറേ ഇല്ല അച്ഛന്മാരുടെ സ്ട്രഗിളിനെ കുറിച്ചിട്ട്. ആക്ച്വലി ആ ഒരു സൈഡ് കൂടി ഇല്ലേ? തീർച്ചയായിട്ടും, അല്ലേ? ഒരു ഫാമിലിക്കകത്ത് അമ്മയും അച്ഛനും കൂടി ചേരണ്ടേ? ഓക്കെ, അമ്മയുടെ സ്ട്രഗിൾ വലിയ സ്ട്രഗിളാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ സൈലന്റ് ആയിട്ട് ലൈഫ് എൻറ്റയർ ഫാമിലിക്ക് വേണ്ടി കളയുന്ന എത്ര അച്ഛന്മാരുണ്ട്. അതാണ് അതിലെ വ്യത്യാസം. ആ ഒരു ഫാമിലിനെ മൊത്തം ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് എപ്പോഴും സൈലന്റ് ആണ്. സൈലന്റ്, ആരും അപ്രീഷിയേറ്റ് പോലും ചെയ്യാറില്ല, സംസാരിക്കുക പോലും ഇല്ല. അപ്പൊ അമ്മമാരുടെ സ്ട്രഗിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു സന്തോഷം വരും, ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അച്ഛന്മാരെ കുറിച്ച് പറയാറേ ഇല്ല, ഒരു മനുഷ്യനും സംസാരിക്കാറില്ല. ഇപ്പൊ ഈ മീമിന്റെ ഒപ്പം വന്നൊരു പോർഷനും കൂടി ഉണ്ട്. ഇത്രയും കാലം നയിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയത്. മകളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ വന്നു, അന്നേരം വീണ്ടും ഒരു ജോലി തേടി വന്ന് എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയത്. കുടുംബങ്ങളെ നോക്കി വളർത്തി, അത്ര മക്കളെ പഠിപ്പിച്ചു, എല്ലാം വളർത്തി ഇതായി. എല്ലാ പ്രവാസികൾക്കുള്ള ഒരിതാണ്, നമ്മൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കൂല, എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കും. ഇവിടുന്ന് നയിച്ച് നമ്മള് 5 രൂപ ഉണ്ടാക്കി കിട്ടിയാൽ അത് 10 ആക്കിയിട്ട് വീട്ടിലേക്ക് അയച്ചിട്ടും നാട്ടിൽ പോയി കഴിഞ്ഞാല് ഒരു കുട്ടി ഉണ്ടാവല്ലോ നമ്മളെ നോക്കാൻ. നമുക്ക് വേണ്ടിട്ട് നമ്മളെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ ഇതിപ്പോ പ്രവാസിയായ ഒരു ഉപ്പ സംസാരിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ പോലും നാട്ടിലുള്ള അച്ഛന്മാരാണെങ്കിലും ഏകദേശം തന്നെയാണ്. ഒട്ടുമിക്ക പ്രവാസികൾക്കും നാട്ടിലുള്ള നാട്ടുകാർക്കും ഒക്കെ പറയാണ്ടാവുന്ന ഒരു കഥ. എല്ലാ അച്ഛന്മാർക്കും ഒക്കെ ബാക്കി ഇതൊക്കെ തന്നെ വില്ലന്മാരാവും അച്ഛന്മാർ. മിക്കവാറും മക്കൾക്കൊക്കെ അച്ഛന്മാര് വില്ലന്മാർ തന്നെയാണ്. അമ്മമാരുടെ സൈഡായിരിക്കും ഒന്നും കൂടി ഓക്കെ, അമ്മ അങ്ങനെ. അമ്മമാർക്ക് വേണ്ടി എപ്പോഴും അതൊരു ഭാഗം പറയല്ല, എന്നാലും അമ്മമാർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ആണുങ്ങളെ സൈഡ് വരുമ്പോഴത്തേക്ക് പ്രിവിലേജ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും സംസാരിക്കുകയില്ല. അതാണ് ഏറ്റവും വിഷയം. ആണുങ്ങളെ സൈഡ് നോക്കില്ല, അച്ഛന്മാരുടെ സൈഡ് നോക്കില്ല. പിന്നെ അപ്പൊ അങ്ങനെ അമ്മ അച്ഛൻ എന്നുള്ളതിലല്ല പറയുന്നത്, പൊതുവെ ആണുങ്ങളെ സൈഡ് ആരും നോക്കാറില്ല.
ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ നിയമം എടുത്ത് നോക്കിയാലും അല്ല എന്താണെന്ന് പറയുക, ഒന്നാമത് നമ്മളിപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് എതിരായിട്ടൊരാള് അതാണ് അങ്ങനെ ഒരു ഫീല് വരും. അതായത് നമ്മൾ സംസാരിക്കാൻ ധൈര്യപ്പെടില്ല പല ആരെങ്കിലും വന്ന് സംസാരിച്ച് പോയാൽ മെയിൽ ഷോവനിസ്റ്റായി. അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ അതെ, മറ്റേ അനിമലിലെ രൺബീർ കപൂർ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയല്ല, ആണുങ്ങളായതുകൊണ്ട് എന്താ പറയുക, കുറേ കാര്യങ്ങളിൽ ഈ പറഞ്ഞ സൊസൈറ്റി എന്ത് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കരയാൻ പറ്റില്ല അല്ലേ? ഒരു റിലേഷൻ ബ്രേക്ക് ആയിട്ട് ഒരാണ് നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കളിയാക്കിയിട്ട് പോകും. നേരെ മറിച്ച് ഒരു പെണ്ണ് നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോയി തോളത്ത് തട്ടി സഹായിച്ച് എല്ലാവരും കൂടി എടുത്തിട്ട് എന്ത് കൊണ്ടുപോകും, വേണമെങ്കിൽ ഊട്ടിക്കും മസനഗുഡിക്കും ടൂർ വരെ കൊണ്ടുപോകും അല്ലേ? എല്ലാം ഹാപ്പി ആക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യും. ആണുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം പോക്കാം, പിന്നെ ഓൻ പാലുണ്ണിയായി. അങ്ങനത്തെ എത്രയോ അവസ്ഥകളിൽ പോകുന്ന ആൾക്കാരില്ലേ? അല്ല, അതിപ്പോ ഒരു റിലേഷനിൽ ആണിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാരും കൂടി അയാളെ കാര്യത്തിൽ തീരുമാനമാക്കും. പെണ്ണാണ് ഇട്ടിട്ട് പോകണമെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും ആ പയ്യൻ, അങ്ങനെ അവൻ പറയപ്പെടും. അതെല്ലാ കാര്യത്തിലും അങ്ങനെ ആവില്ല, പല സമയത്തും അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ തിരിച്ചും മറിച്ചും വരാം. അങ്ങനെയും വേണ്ട, ഇനി വേറെ എന്തെങ്കിലും ഒരു കാരണമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോ ആണ് എന്ന് പറഞ്ഞൊരു ഫിഗറിന് ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത എത്ര സമയങ്ങളുണ്ടാവും. ഈ റിലേഷനിൽ മാത്രമല്ല കേട്ടോ, ഞാൻ പറയുന്നത് പൊതുവായിട്ട് തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഒരു അല്ല, അല്ലെങ്കിലും പൊതുവായിട്ടുള്ള ഒരു ധാരണ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമാണ് അത് കാണിക്കാൻ. അത് നീ എന്താ പെണ്ണാണോ എന്നൊക്കെയാണ് ചോദിക്കുക. എടുത്തു വായിക്കാതെ ഈ എന്താ പെണ്ണ അത് ചോദിക്കും. സോ ഇത് റിയാസിനെ കുറ്റം പറയല്ല കേട്ടോ, ആദ്യം പറയാം റിയാസിനെ. ഇത് ജസ്റ്റ് ആ സാധനം കിട്ടുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇന്നലത്തെ ആ ഒരു ആത്മഹത്യേന്റെ സാധനം കൂടി ആയപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് ചെയ്തതാണ്. സോ ആണിന് പ്രിവിലേജ് കൂടുതലാണ് എന്നും അല്ലെങ്കിൽ ഇപ്പൊ ഈ പെണ്ണിന് പ്രിവിലേജ് കുറവാണ് എന്നും അങ്ങനെയൊന്നും നോക്കണ്ട. ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, സിറ്റുവേഷനിലൂടെ ജീവിച്ചു പോവാന്നേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ ഇതിങ്ങനെ ഇത് പറഞ്ഞാണ് അവസാനം എന്ത് ആണുങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് എത്തിയിട്ടുള്ളത് അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മെയിൽ ഷോവനിസ്റ്റായി എന്താണെങ്കിലും അവസ്ഥയാണ്. എന്താണെങ്കിൽ ആണുങ്ങളെ കുറിച്ച് ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ വരും മറ്റേ വട്ടിയൂർക്കാവ് അജിത്തിനെ പോലുള്ള വേട്ടാവളിയന്മാര് അസോസിയേഷൻ ഉണ്ട്. അത് സംസാരം കൂടുതൽ ഇതല്ല, ഓനെ വേറെ എന്തോ ആണ് ഓനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെയിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച് വേറെ എന്തോ പരിപാടിയാണ്. അതങ്ങനെ കുറെ ടീം ഒരു വഴിക്ക് വേറെയുണ്ട്. എന്താണെങ്കിലും ബീങ് എ മെൻ ഹാർഡാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ല പണിയാണ്. അത് ആണുങ്ങൾക്കേ അറിയൂ. കാണുന്ന ആണുങ്ങൾ കമന്റ് ജീവിക്കാനും ആണുങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ എല്ലാം നല്ല പാടാണ്. ഓക്കെ.